ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബേബി റൊമാൻറ്റിക് ആണ് കേട്ടോ. ഇത് റെയറായിട്ട് മാത്രം കണ്ടുവരുന്നൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. നമുക്കങ്ങനെ സാധാരണ നഴ്സറികളിൽ നിന്ന് അധികം മേടിക്കാൻ പറ്റാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. ID വരുന്നത് ബേബി റൊമാൻറ്റിക്കാണ്. ഇതൊരു ക്ലൈംബർ വെറൈറ്റിയാണ് കേട്ടോ. പടർത്തി വിടാൻ പറ്റുന്ന ടൈപ്പ് ഫ്ലവറാണ് കേട്ടോ. എല്ലാവരും നമ്മുടെ നോർമലായിട്ട് കാണുന്ന റെഡും പിങ്കും വൈറ്റും ഒക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഇത് ഐസ് ലവ് എന്ന് പറയുന്ന റോസാണ്. ഇതും ക്രീപ്പറാണ്. നല്ല ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുക കേട്ടോ. ഇപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ 3 ബ്രാഞ്ചിലായിട്ട് നിൽക്കുന്ന പൂക്കളാണ് നിങ്ങൾ കാണുന്നത്. 5 പൂക്കൾ എന്തായാലും ഒരു ബഞ്ചിലുണ്ടാവണം. 5 അല്ല അതിൽ കൂടുതൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഐസ് ലവ് എന്നാണ് ID വരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന നമ്മുടെ നോർമൽ റെഡും വൈറ്റും അല്ല, അത് ഒത്തിരി വെറൈറ്റീസ് ക്രീപ്പറിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. അതിൽ കുറച്ച് വെറൈറ്റീസ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. അടുത്തതായിട്ട് ജെറബറയാണ് കേട്ടോ. ജെറബറയുടെ കളക്ഷനാണ്. 5 വെറൈറ്റി ജെറബറയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഓറഞ്ച്, റെഡ്, യെല്ലോ, വൈറ്റ്, പിങ്ക്, ഈ 3 ഷെയ്ഡിലാണ് നമുക്ക് ജെറബറ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ജെറബറയുടെ വരുന്നത്. പിന്നെന്താ, അപ്പോൾ ജെറബറയുടെ നമ്മൾ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓഫറിൽ കിടക്കുന്നുണ്ട്. 5 പ്ലാന്റ്സിന് 250 രൂപ പ്ലസ് 80 രൂപ കൊറിയർ ചാർജ്. ടോട്ടൽ 330 രൂപയ്ക്കാണ് നമ്മുടെ 5 ജെറബറയുടെ പ്ലാന്റ്സ് കൊടുക്കുന്നത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഡയമണ്ട് പിങ്ക് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല സ്മെല്ലും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഫ്രാഗ്രൻസ് കൂടെ ഉള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു ഡയമണ്ട് പിങ്ക് എന്ന് പറയുന്നത്. ഇതിവിടെ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, അന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല സ്മെല്ലാണ് ഈ ഒരു റോസിന് പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ പെർഫ്യൂം റോസൊക്കെ ഇല്ലേ, അതിനേക്കാളും സ്മെല്ല് കൂടുതലാണ്. നമ്മുടെ പനിനീർ റോസൊക്കെ പോലെ അസാധ്യമായുള്ള സ്മെല്ലുള്ളൊരു വെറൈറ്റിയാണ് ഡയമണ്ട് പിങ്ക്. അടുത്തതായിട്ട് സെൻറ്റഡ് റോസാണ്. ഇതും പെർഫ്യൂം ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റിയാണ്. നമ്മുടെ കാശ്മീരി റോസൊക്കെ പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അതുപോലെ അല്ലല്ലോ, അതിൻ്റെ കളറിലായാലും കുറച്ചുകൂടി ഡിഫറൻസ് വരുന്നൊരു വെറൈറ്റിയാണ്. ഏകദേശം ഫ്ലവറിങ് പാറ്റേണൊക്കെ നമ്മുടെ കാശ്മീരി റോസ് പോലെ തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ്. കൂടുതലും ലീഫൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു വെറൈറ്റി കൂടെയാണ് ഈ ഒരു സെൻറ്റഡ് റോസ് എന്ന് പറയുന്നത്. ബഞ്ചായിട്ട് തന്നെ ചിലപ്പോൾ ഒരു 3ഉം 4ഉം 5ഉം പൂക്കൾ ഒരു ബ്രാഞ്ചിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതാണ് സെൻറ്റഡ് റോസ് എന്ന് പറയുന്നത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ആപ്രിക്കോട്ട് റോസാണ് കേട്ടോ. ആപ്രിക്കോട്ട് റോസിന് നല്ല പ്ലാന്റ്സ് ആണ്. ഇതേ സെയിം സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു തരുന്നത്. ഇതിൻ്റെ കളറാണ് ഒരു ചെങ്കൽ കളറാണ് കേട്ടോ. സാധാരണ റോസുകളൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കളർ ഡിഫറൻസ് ഉള്ളൊരു വെറൈറ്റി തന്നെയാണ്. നല്ല ഭംഗിയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മൊട്ട് ചില സമയത്ത് ഇങ്ങനെ വിരിയാതെ ഇങ്ങനെ വിടർന്ന് വന്നിട്ട് അങ്ങ് കൊഴിഞ്ഞു പോകാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വെറൈറ്റി കൂടെയാണ് ഈ ഒരു ആപ്രിക്കോട്ട്. പിന്നെയുള്ളത് ബ്ലാക്ക് റോസ് ആണ്, കറുത്ത റോസ്. ഏകദേശം ഒരു വെൽവെറ്റ് റോസ് എന്നറിയപ്പെടുന്നുണ്ട് ഈ ഒരു റോസ് എന്ന് പറയുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നൊരു ടൈപ്പ് കൂടെയാണ്. നമ്മുടെ ക്ലൈമറ്റിലും അത്യാവശ്യം അടിപൊളിയായിട്ട് പൂക്കൾ ഉണ്ടാവും. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ എൻ്റെ ഗാർഡനിൽ ഫ്ലവറിങ് ആയതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് റോസ് നമ്മുടെ ക്ലൈമറ്റിലും അത്യാവശ്യം നല്ലതുപോലെ പൂക്കും. ഡാപ്പും പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളും കൊടുത്താൽ മതി. പിന്നെ ഇതെന്ന് പറയുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഇപ്പോൾ ഉള്ളത് നമ്മുടെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മുടെ പുതിയ ഓർഡറിൽ വന്നേക്കുന്നത് കുറച്ച് വലിയ സൈസുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഡാപ്പ് ഓർഗാനിക് ബൂസ്റ്റും ഡാപ്പും നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ. ഡാപ്പ് ഇപ്പോൾ 15 ദിവസം കൂടുമ്പോൾ ഡാപ്പ് കൊടുക്കുക, അത് കഴിഞ്ഞ് 15 ദിവസം കൂടുമ്പോൾ ഓർഗാനിക് വളം ബൂസ്റ്റർ കൊടുക്കുക. ഞാൻ ഓർഗാനിക് ബൂസ്റ്ററാണ് ഗാർഡനിൽ യൂസ് ചെയ്യുന്നത്. നല്ല റിസൾട്ടുള്ള വളമാണ് കേട്ടോ. മേടിച്ചവരൊക്കെ റിപ്പീറ്റ് ചെയ്ത് മേടിക്കുന്നുണ്ട്. നല്ല വളമാണ്. നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനായാലും ഫ്ലവറിനായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇത് ഓർക്കിഡ് റോസാണ്. ഓർക്കിഡ് റോസിൻ്റെ വൈറ്റ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട്. ഇത് ഓർക്കിഡ് റോസിൻ്റെ പിങ്ക് ആണ് കേട്ടോ. പിങ്ക് നമുക്ക് അവൈലബിൾ ആണ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ സെയിലിനായിട്ട് ഉള്ളത്. അപ്പോൾ ഇതിൽ കണ്ട പ്ലാന്റ്സൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് DTDCയുടെ കൊറിയർ വഴി നിങ്ങൾക്ക് അയച്ചു തരും. സ്പീഡ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരട്ടെ. ഇത് വൈറ്റ് ക്രീപ്പറാണ്. നിങ്ങളൊരു ആർച്ചൊക്കെ കെട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബഞ്ചായിട്ടൊക്കെ ഇങ്ങനെ പൂക്കൾ കാണുമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീപ്പർ ഒരു ആർച്ച് പോലെയൊക്കെ കെട്ടാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നിറയെ ഇങ്ങനെ പൂക്കളുണ്ടാവും. അതും ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക്